കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമിത് ഉമറാങ്ങുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. തിരുവാതുക്കലിലെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്നും CCTV DVR കണ്ടെത്തി പോലീസ് പ്രാഥമിക പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചിരിയാണ്. മിഥുൻ, അരുംകൊരിയിൽ തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? നിർണായകമായ എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞത്? KP കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ തിരുവാതുക്കലിലുള്ള വീട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം അകലെയുള്ള കുളത്തിലാണ് ഈ പ്രതി CCTV DVR നിക്ഷേപിച്ചത്, വലിച്ചെറിഞ്ഞത്. അന്ന് കൃത്യം നടത്തിയതിനു ശേഷം ഈ ഭാഗത്തേക്ക് എത്തിയ പ്രതി ഇവിടെ ഈ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി CCTVയുടെ DVR നശിപ്പിക്കുകയായിരുന്നു. ഒപ്പം തന്നെ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും 3 മൊബൈൽ ഫോണുകളും ഇയാൾ കവർന്നിരുന്നു. ഈ മൊബൈൽ ഫോണുകളും സമീപത്തെ തോട്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണുകളും കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന പൂർത്തിയാക്കി. തുടർന്ന് പ്രാഥമിക ഘട്ട തെളിവെടുപ്പിന് വേണ്ടി ഈ തിരുവാതുക്കലിലേക്ക് എത്തിക്കുകയായിരുന്നു. തിരുവാതുക്കലിലുള്ള കുളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധന ചെളി അടിഞ്ഞ കുളമായതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്ന CCTV ഇനി പ്രവർത്തിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൃത്യമായി തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രതി ഇത് വീടിന് സമീപത്തെ കുളത്തിലേക്ക് നിക്ഷേപിക്കുകയും അത് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ആ തെളിവാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇനി 2 ദിവസം ഈ വെള്ളത്തിൽ നിക്ഷേപിച്ച ഒരു CCTV DVR ആയിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. ആ തെളിവുകൾ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതി അമിത് ഈ വീട്ടിലേക്ക് എത്തി ഈ ക്രൂരകൃത്യം നടത്തിയതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമാവുകയും ചെയ്യും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള തെളിവ് പോലീസിന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മൊബൈൽ ഫോണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദൗത്യം. 3 മൊബൈൽ ഫോണുകൾ അത് പ്രതി ഇവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടേതുമാണ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ സമീപത്ത് തന്നെയുള്ള ഈ CCTV DVR കണ്ടെത്തിയ ആ പ്രദേശത്ത് തന്നെയുള്ള കുളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ വീട്ടിലേക്ക് പ്രതിയെ എത്തിക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടമായിട്ടുള്ള ചില തെളിവെടുപ്പുകൾ ഈ വീടിന്റെ പരിസരത്തും നടത്തിയേക്കും. അതിനുശേഷം തിരിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. 3 കോട്ടയം വെസ്റ്റ്, ഈസ്റ്റ്, ഗാന്ധിനഗർ പോലീസിന്റെ എല്ലാം നേതൃത്വത്തിലുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ തൃശ്ശൂരിൽ നിന്നും എത്തിച്ചതിന് ശേഷം നടത്തിയത്. ആദ്യഘട്ട പ്രാഥമിക ചോദ്യം ചെയ്യലിൽ രാവിലെ തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയപ്പോൾ തന്നെ പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചത് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. വൈരാഗ്യമാണ് ഈ കുറ്റകൃത്യം നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ 6 മാസം മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന ഈ പ്രതി അമിത് ഇവിടുത്തെ വിജയകുമാറിന്റെ മൊബൈൽ അപഹരിക്കുകയും പണം ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ 90,000 രൂപയോളം അപഹരിക്കുകയും ചെയ്തു. ഈ കേസിൽ പ്രതി 1 മാസം മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഈ വിജയകുമാർ കേസ് കൊടുത്തതിലും പിന്നീട് ഇയാൾക്ക് ജയിലിൽ പോകേണ്ടി വന്നതിലുമുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം നടത്തുന്നതിന് ഇയാളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആസൂത്രണം നടത്തിയ ഒരു കൊലയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കോട്ടയം നഗരത്തിലുള്ള റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ ഇയാൾ മുറിയെടുക്കുന്നു. തിങ്കളാഴ്ച പുലർച്ചയോടുകൂടി ഇവിടെ നിന്നും റൂം വെക്കേറ്റ് ചെയ്ത് ഈ വീടിന്റെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഒരു ദിവസം മുഴുവൻ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രതി തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി തിരുവാതുക്കലിലേക്ക് എത്തുകയും ഈ കുറ്റകൃത്യം നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒപ്പം ഈ ലോഡ്ജിൽ നിന്നും ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കേസിന്റെ അന്വേഷണത്തിന് വഴിത്തിരിവായി. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളങ്ങളും ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിയുടെ വിരലടയാളങ്ങൾ പോലീസിന് കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയ പരിശോധനയിൽ ലഭിച്ചു. വിരലടയാള വിദഗ്ധർ നേരത്തെ 6 മാസം മുൻപ് ഈ മൊബൈൽ ഫോൺ അപഹരിച്ച കേസിൽ സമയത്ത് ശേഖരിച്ച ആ വിരലടയാളവും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളവും ഒത്തുചേർന്ന് നോക്കിയപ്പോൾ അത് അമിതിൻ്റേത് തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി തന്നെ പ്രതി അമിത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് സഹായമാകുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത്. പിന്നീട് ഇന്ന് രാവിലെ തൃശ്ശൂരിലെ മാളയിൽ നിന്നും ഈ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. മാളയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒന്നിച്ച് കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്തുള്ള ഒരു കോഴി ഫാമിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. ഇവിടെ എത്തിയാണ് പ്രതിയെ
ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കണ്ടെത്തിയത്. 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തുകയും അതിൽ ഒരു സംഘം ഇന്ന് പ്രതിയെ പിടികൂടുകയും ചെയ്തു. പ്രതി ഈ മൊബൈൽ പ്രവർത്തിപ്പിച്ചത് ഈ പ്രതിയിലേക്ക് എത്തുന്നതിന് സഹായകമായി എന്നുള്ളതാണ്. പോലീസിന് പ്രതിയിലേക്ക് വേഗത്തിൽ എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിയെ ഇനി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അടുത്ത ദിവസങ്ങളിലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ കൂട്ടി ചേർത്തുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇപ്പോൾ ഈ വീടിന്റെ പരിസരത്താകെ വലിയ ജനക്കൂട്ടമാണ്. ഇന്ന് ആ കുളത്തിൽ പരിശോധന നടത്തിയപ്പോഴും അവിടെ വലിയ ജനക്കൂട്ടമാണ്, ആൾക്കൂട്ടമാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നിടത്ത് തടിച്ചുകൂടിയത്. ഈ പ്രതിയെ ഈ ക്രൂര കുറ്റകൃത്യം നടത്തിയ പ്രതിയെ എത്തിച്ചപ്പോഴുമെല്ലാം ആൾക്കൂട്ടം കൂടുതലായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നതും വലിയ ഉണ്ടായത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇനി പ്രതിയുമായിട്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങും. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക, ഒപ്പം ഈ CCTV DVR-ൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഇനി മുൻപിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. KP. മിഥുൻ മുരളിയാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.